ഞാൻ എം കെ രഘു, പാലോടാണ് എൻ്റെ സ്വദേശം. സിനിമാ രംഗത്ത് ഞാനൊരു 10 വർഷക്കാലം പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2 സിനിമ നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സിനിമ, ആദ്യത്തെ സിനിമ പൈതൃകം എന്ന സിനിമയായിരുന്നു. രണ്ടാമത് ഭാര്യ എന്ന് പറയുന്ന മറ്റൊരു സിനിമയായിരുന്നു. പൈതൃകത്തിൻ്റെ വിശേഷങ്ങളാണ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി. പൈതൃകത്തിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളൊരു 3-4 പേര് ചേർന്നൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇങ്ങനെ പുരോഗമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായതും അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ ആരെയൊക്കെയാണ് ബന്ധപ്പെടേണ്ടതെന്നുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അവസാനം ഞങ്ങൾ എറണാകുളത്തുള്ള കലു ഡെന്നിസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനടുത്ത് സമീപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 1-2 സബ്ജക്റ്റുകൾ പറഞ്ഞു. ആ സബ്ജക്റ്റുകൾ ആ സമയത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് പ്രസിദ്ധ സാഹിത്യകാരനായ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റല്ല, ഒരു നോവൽ, അദ്ദേഹം എഴുതിയ ഒരു നോവലാണ്. ആ നോവല് സിനിമയാക്കാമെന്നുള്ള ഒരു ധാരണയിലെത്തി. അതിൻ്റെ ഒരു ഏകദേശ രൂപം കലു ഡെന്നിസുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം അതിന് സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സിനിമയുടെ ആരംഭ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. ഞാനും എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തായ ഒരു ശ്രീകണ്ഠൻ വർക്കല ആണ് ഞങ്ങൾ 2 പേരുമാണ് സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. മറ്റ് വിഷയങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ പരസ്പര ധാരണയോടുകൂടിയും വളരെ ഐക്യത്തോടു കൂടിയാണ് ആ കർത്തവ്യം നിർവഹിച്ചിരുന്നത്. അതിനുശേഷം മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സാറിനെ കണ്ടിട്ട് ഞങ്ങൾ കലു ഡെന്നിസുമായിട്ട് സംസാരിക്കുകയും അതിന് പൂർണ്ണമായ ഒരു തിരക്കഥ ഉണ്ടാക്കുകയും കലു ഡെന്നിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടർ, അന്ന് ചെറുപ്പക്കാരനായിരുന്നു, വളരെ പ്രശസ്തയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സംവിധായകനായിരുന്നു. അപ്പോൾ ജയരാജുമായിട്ട് ബന്ധപ്പെടുകയും ജയരാജിന് അതിനെ സംവിധാനം ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കലു ഡെന്നിസ് തന്നെ ജയരാജിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ജയരാജിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1993 വിഷുവിന് പടം റിലീസ് ചെയ്യുന്ന രൂപത്തിലായിരുന്നു ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. നടന്മാരായിട്ട് ഞങ്ങൾ കാസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ജയറാം ഉണ്ടായിരുന്നു, മരിച്ചുപോയ നരേന്ദ്രപ്രസാദ് സാറുണ്ടായിരുന്നു, നന്ദിത ബോസ് ഉണ്ടായിരുന്നു, ഗീത ഉണ്ടായിരുന്നു, മണിയമ്പിള്ള രാജു ഉണ്ടായിരുന്നു, ബോബി കൊട്ടാരക്കര, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത്. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും കൂടുതലാവുകയും ഉദ്ദേശിച്ച ഷൂട്ടിംഗ് തീയതികളിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്തു. മാത്രമല്ല, ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്, ഇതിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് മലപ്പുറം, തിരുനാവായി മുതലായ സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഗുരുവായൂരാണെങ്കിലും 40-50 കിലോമീറ്റർ നിത്യേന യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയതും ഷൂട്ടിംഗ് നടത്തുകയും ചെയ്തത്. ഈ സബ്ജക്റ്റിലെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് നരേന്ദ്രപ്രസാദിൻ്റെ ഒരു 2 മക്കളായിട്ടാണ് സുരേഷ് ഗോപിയും ജയറാമും അഭിനയിച്ചിരുന്നത്. സുരേഷ് ഗോപി അവിശ്വാസികളുടെ കൂട്ടത്തിലും ജയറാം വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ആ ഫാമിലിയിൽ തങ്ങളിലുണ്ടാകുന്ന ആദർശപരമായ ചില കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശ്രീ ജയരാജിനെ സംബന്ധിച്ചോളം ജയരാജ് നല്ലൊരു ക്രാഫ്റ്റ്സ്മാനാണ്. പക്ഷേ ജയരാജിൻ്റെ ആ ക്രാഫ്റ്റ്സ്മാൻ്റെ വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവൃത്തികളിൽ ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. ആവശ്യമില്ലാതെ ഷൂട്ടിങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോയി, ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, ചിലവുകൾ വർദ്ധിപ്പിച്ചു. അതിലുപരി അതിൻ്റെ റെക്കോർഡിങ്ങും റീറെക്കോർഡിങ്ങും ഡബ്ബിങ്ങും ഒക്കെ സമയത്തൊക്കെ വളരെ മോശമായ ഒരു പെരുമാറ്റം ശ്രീ ജയരാജനിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ പടം ഞങ്ങൾ സ്വയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്ന സമയത്ത് ജയരാജിൻ്റെ ഒറ്റ നിർദ്ദേശവും നിർബന്ധവും കൊണ്ടാണ് പാലമറ്റം മജീദ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സമീപിക്കുകയും അദ്ദേഹത്തെ ഇതിൻ്റെ കേരള ആൾ റൈറ്റ്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്തത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ ദിവസം, അതായത് ഒരു വിഷു പടം റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ റിലീസിങ്ങിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തിയേറ്ററുകളെല്ലാം അവർ തന്നെ ബുക്ക് ചെയ്തു, പരസ്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവസാന പ്രിൻ്റ് അടിച്ചു വരുത്താനായിട്ട് താമസം കാരണം ഞങ്ങൾക്ക് ആ വിഷു ഡേറ്റിനകത്തേക്ക് പടം റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് ഈ പടത്തിൻ്റെ ഓപ്പോസിഷൻ ആയിട്ട് നിന്നിരുന്നത് ശ്രീ മോഹൻലാലിൻ്റെ ദേവാസുരവും മമ്മൂട്ടിയുടെ വാത്സല്യം എന്നുള്ള സിനിമയുമായിരുന്നു. എന്തായാലും ആ രണ്ട് സിനിമകളും തിയേറ്ററിൽ നല്ല വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ആ റിലീസിങ് ഡേറ്റ് അത് കറക്റ്റ് നടക്കാതിരുന്നത് കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം വന്ന ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റിലീസ് ചെയ്തത്. ആ റിലീസോടുകൂടി ഞങ്ങൾക്ക് പടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി. ഒരാഴ്ച 10 ദിവസമൊക്കെ കൂടുതലൊന്നും മെയിൻ സെൻറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ സാമ്പത്തിക ബാധ്യത അന്ന് ഞങ്ങൾക്ക് ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകൻ തന്നെയാണ്, ജയരാജ് തന്നെയാണ്. അത് എന്തായാലും വളരെ ഞങ്ങൾക്കെല്ലാം സാമ്പത്തികമായി വളരെ നഷ്ടമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. ആ സമയത്ത് ജയരാജ് തന്നെ ഈ ഫസ്റ്റ് പ്രിൻ്റ് 6 മണിക്കൂർ കൊണ്ട് അടിച്ചു വരുന്നതിന് പകരം ജയരാജ് മനഃപൂർവ്വം അത് താമസിപ്പിക്കുകയുണ്ടായി. അത് സെൻസർ ചെയ്യണം. ഈ പ്രിൻ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് സെൻസർ ബോർഡിൽ കൊടുക്കാനുള്ളതും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നാലേ നമുക്കത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് പകരം ഇയാളത് പിടിച്ചു വയ്ക്കുകയും മാത്രമല്ല, അപ്പോൾ പിന്നെ ഒരു 2 ദിവസമേ ഉള്ളൂ നമുക്കിത് റിലീസിങ്ങിന് വേണ്ടി. അപ്പോൾ ഇത് സെൻസർ പിറ്റേ ദിവസം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ ഇത് ഞങ്ങൾ രാത്രി ആയപ്പോൾ നോക്കണം ഫസ്റ്റ് പ്രിൻ്റ് വരുന്നില്ല. അപ്പോൾ രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ എല്ലാ ഇടപാടുകളും നടത്തി വെച്ചിരുന്നത്. അപ്പോൾ രാത്രി 8 മണി 9 മണിയായിട്ടും പ്രിൻ്റ് അടിച്ച് റൂമിൽ കൊണ്ടുവരാത്തത് കൊണ്ട് അന്വേഷിക്കാൻ വീണ്ടും ജയരാജിൻ്റെ മുറിയിൽ ചെന്നപ്പം ജയരാജ് അവിടെ സുഖനിദ്രയിലായിരുന്നു. തട്ടിയൊണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ഇന്ന് നടക്കില്ല, നാളെ നടക്കും, മറ്റന്നാളെ നടക്കും. അപ്പോൾ മറ്റന്നാൾ ഏപ്രിൽ 14 റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ റിലീസ് ചെയ്യുന്നത്? തിരുവനന്തപുരം കേരളത്തിലും അങ്ങോളം ഇങ്ങോളം പോസ്റ്ററുകളും ഒക്കെ ഒട്ടിച്ച് റിലീസ് ചെയ്യേണ്ടത് ചോദിച്ചു. അങ്ങനെ ഉണ്ടായ ചെറിയൊരു വാക്ക് തർക്കത്തിൽ മാനസികമായും ശാരീരികമായും ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ജയരാജ് മുറിവിട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അത് ഈ റിലീസിങ് തീയതി നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരാൾ അവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ആ ദിവസം നമുക്ക് റിലീസ് ചെയ്യാൻ ഇത് കഴിഞ്ഞില്ല. തിയേറ്ററിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫ്രൈഡേക്ക് റിലീസ് ചെയ്യേണ്ടി വന്നു. സാമ്പത്തികമായിട്ട് നമുക്കത് വളരെ നഷ്ടങ്ങളുണ്ടാക്കി. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടറിനും എനിക്ക് തോന്നുന്നു അതിൽ വലിയ ലാഭമൊന്നും ഉണ്ടായി കാണാൻ സാധ്യതയില്ല. കാരണം തിയേറ്ററിൽ പടം കളക്ഷൻ കുറവായിരുന്നു. അതെന്താണ് അതിൻ്റെ കാരണമെന്നറിയാൻ വയ്യ. നല്ല പരസ്യങ്ങൾ കൊടുത്ത് പിന്നെ ഈ ഡേറ്റ് മാറ്റി വെച്ചതിലുള്ള ഒരു വിഷയം അന്നുണ്ടായിരുന്നു. കാരണം അത് വലിയ സൂപ്പർ താരങ്ങൾ അന്വേഷിച്ചാൽ പോലും ഡേറ്റ് മാറിപ്പോയാൽ ആ പടം ഫ്ലോപ്പാകും എന്നുള്ള അന്നത്തെ ഒരു നമ്മുടെ സിനിമ രംഗത്തൊരു സ്ഥിരം സംസാരമായിരുന്നു.